ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുക്കിംഗ് അല്ല, ഇന്നത്തെ വീഡിയോ ഒരു കൃഷി ഐറ്റമാണ്. അതായത് ഈ വർഷത്തെ എൻ്റെ കൃഷി ആദ്യമായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇത് ചെറിയ തണുപ്പത്തും തുടങ്ങാവുന്ന കൃഷിയാണ്. തണുപ്പാണെന്ന് പറഞ്ഞാൽ പോലും ഈ വർഷം ന്യൂയോർക്കിൽ ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മറ്റുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് തണുപ്പ് വളരെ കുറവായിരുന്നു. ഈ ചില ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ സമ്മർ ലൈക്ക് വെതറായിരുന്നു ഇവിടെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കൃഷി ഐറ്റം സ്ട്രോബെറിയാണ്. ഈ സ്ട്രോബെറി ചെറിയ തണുപ്പത്തോട്, അതായത് ഏർലി സ്പ്രിങ്ങിൽ തന്നെ കിളുക്കാൻ തുടങ്ങുന്ന ഒരു ഐറ്റമാണ്. അപ്പം ചെറിയ തണുപ്പ് അതിനൊരു പ്രശ്നമുള്ള ഒരു കൃഷി ഐറ്റമല്ല. അപ്പോൾ ഈ സ്ട്രോബെറി എങ്ങനെ കൃഷി ചെയ്യാം, ഈ വർഷം ഞാനിത് ഇത്രയുടെ ഇങ്ങനെ മൊത്തം കൃഷി ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതെങ്ങനെ കൃഷി ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അപ്പം നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് ഞാൻ കൃഷി ചെയ്യാൻ വേണ്ടി ഉള്ള സ്ഥലം ഒരുക്കി ഇട്ടേക്കുന്നതാണ്. അതായത് വാരം പോലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അതാകുമ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ഇത് പറിച്ചെടുക്കാനും അതുപോലെ തന്നെ മണ്ണിന് ഡ്രെയിനേജ് കിട്ടാനും, അതായത് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കരുത്. അതിനുവേണ്ടി ഇതുപോലെ വാരം വെട്ടി വേണം നമ്മൾ നടാനായിട്ട്. പിന്നെ നമ്മൾ നടുന്ന മണ്ണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്ട്രോബെറിക്ക് എപ്പോഴും ഒരു മണലൂടെ സാൻഡൂടെ ചേർന്നുള്ള മണ്ണാണ് ഏറ്റവും നല്ലത്. അപ്പം സാൻഡ് കുറവുള്ളിടത്താണെങ്കിൽ സാൻഡ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നടാം. ഓർഗാനിക് മാറ്റർ നല്ലപോലെ ഉള്ള മണ്ണായിരിക്കണം. കമ്പോസ്റ്റൊക്കെ ഇട്ട് നല്ലപോലൊക്കെ ഫലപുഷ്ടമായ മണ്ണാണ് ഇതിന് അനുയോജ്യമായിട്ടുള്ള കൃഷിക്കുള്ള മണ്ണെന്ന് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ ഇത് കണ്ടില്ലേ, ഈ പന്തിൽ ഇങ്ങനെ നടാൻ വേണ്ടി ഞാൻ ഈ ഓരോ കുഴി എടുത്തിട്ട് ആ കുഴിയിൽ അതായത് കൗമാനോറും അതുപോലെ തന്നെ കമ്പോസ്റ്റും കൂടെയുള്ള ചേർന്നുള്ള മിക്സ് ഓരോ കുഴിയിലും അത് ഫില്ല് ചെയ്തേക്കുകയാണ്. അപ്പം നടുമ്പോൾ തന്നെ നമുക്കിതിന് വേണ്ടി ചെറിയൊരു വളമൊക്കെ ചേർത്ത് തന്നെ നടാം. അപ്പോൾ ആ വളം എന്താണെന്നുള്ളത് ഞാൻ ഇനിയും വരുന്ന കൂട്ടത്തിൽ പറയാം. അപ്പോൾ ഇപ്പം ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഈ ഓരോ കുഴി ഓരോ അടി അകലത്തിൽ എടുത്തിട്ട് അതിൻ്റെ അകത്ത് തന്നെ കൗമാനോറും അതുപോലെ തന്നെ കമ്പോസ്റ്റും കൂടെ ഫില്ല് ചെയ്തുള്ള മണ്ണാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇത് നടുകയാണ്. തൈ നമുക്ക് തൈയായിട്ട് കിട്ടും. അത് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ റൂട്ടായിട്ട് മാത്രം നമുക്ക് നഴ്സറിയിൽ വാങ്ങിക്കാൻ കിട്ടും. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പോട്ടിനകത്ത് നട്ട ചെറിയ പോട്ടിനകത്ത് നടത്ത ഇതുപോലത്തെ തൈകൾ മാത്രമായിട്ട് കിട്ടും. ഇത് ഞാൻ കഴിഞ്ഞ വർഷത്തെ എൻ്റെ കൃഷിയിൽ എടുത്തതാണ്. ഇത് പെരീനൽ ഇനത്തിൽപ്പെട്ടത്. അതായത് ഒരു വർഷം നമ്മൾ നട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എല്ലാ വർഷവും ഇത് അവിടെ തന്നെ കിടന്നോളും. നമ്മൾ പിന്നെ വേറെ നടേണ്ട കാര്യമില്ല. ഇതിൽ നിന്ന് വേറെ റൂട്ട് ഉണ്ടായിട്ട് അതിൽ നിന്ന് പൊട്ടിക്കിളുത്ത് ഇങ്ങനെ കിളുത്ത് കിടക്കും. പക്ഷെങ്കിൽ ഫാമുകാരൊന്നും അങ്ങനെ ആ രീതി ഫോളോ ചെയ്യാറില്ല. ഫാമുകാർ എവരി വർഷവും അതിന് പുതിയ പ്ലാന്റുകളാണ് നടുന്നത്. അതായത് അവർക്കതാണ് കൂടുതൽ ഈസി. അതായത് കൂടുതൽ ഫലം കിട്ടുന്നതിനും ഉൽപ്പാദനം കൂടുതൽ കിട്ടുമെന്നുള്ള ഉദ്ദേശത്തിലാണ് അവരങ്ങനെ ചെയ്യുന്നത്. അവരൊരു വർഷത്തേത് പിന്നെ പെരീനിലാന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ കീപ്പ് ചെയ്യാറില്ല. അവർ എവരി വർഷം നടുകയാണ്. ഇതാണ് ഇതിനെക്കുറിച്ചുള്ള വിവരം. അപ്പോൾ ഇത് നടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഈ തൈകൾ ഇതിൻ്റെ ഈ ഭാഗം വരെ മണ്ണിനകത്ത് താഴത്തെ കംപ്ലീറ്റ് വേരും സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ഈ മണ്ണിനകത്ത് നടുക. ഇതാണ് ഇതിൻ്റെ നടിയൽ രീതി. അപ്പോൾ ആ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, സ്ട്രോബെറിക്ക് നല്ല ഓർഗാനിക് മാറ്റമുള്ള മണ്ണുകളാണ് നല്ലത്. ഞാൻ ചാണകവും കമ്പോസ്റ്റും കൂടെ നിറച്ചുള്ള മണ്ണാണിത്. അതിൻ്റെ കൂടെ തന്നെ ഇത് നടുമ്പോൾ തന്നെ കഴിവതും ഇതിൻ്റെ ഫെർട്ടിലൈസറിലൂടെ ചേർത്ത് നടുന്നതാണ് നല്ലത്. ഇതിനു വേണ്ടി മാർക്കറ്റിൽ കിട്ടുന്ന ഒരു വളമാണ് ബെറി ടോൺ എന്ന് പറയും. അതായത് ബെറി ഇതുപോലത്തെ സ്ട്രോബെറി അല്ലെങ്കിൽ ബ്ലൂബെറി അങ്ങനെയുള്ള ബെറിക്ക് വേണ്ടിയുള്ള ഫെർട്ടിലൈസറാണിത്. ഇതുകൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ശകലം കൂടെ ചേർത്താണ് ഇതിപ്പോൾ ഇത് നടുന്നത്. ഇനി ഇത് നടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഇപ്പോഴിട്ട ഫെർട്ടിലൈസർ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒരു കുഴി എടുക്കുക കൈകൊണ്ട് തന്നെ. എന്നിട്ട് ഇതങ്ങോട്ട് താത്തിട്ട്
ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ മാസം നട്ട സ്ട്രോബെറിയാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ പൂ വരാൻ തുടങ്ങി. ഇതിപ്പോൾ ഒരു മാസം കൂടെ കഴിഞ്ഞപ്പോൾ സ്ട്രോബെറി എല്ലാം ഈ നിലയിലായി. അതായത് ഞാൻ നേരത്തെ കാണിച്ച പൂ വന്നെന്ന് പറഞ്ഞു. ഇപ്പോൾ ആ പൂക്കളെല്ലാം കായായി അവിടെ ഇവിടെയും ചെറുതായിട്ട് പഴുക്കാൻ തുടങ്ങി. അപ്പം നമുക്കിനിയും ഞാനിത് നിങ്ങളെ ഒന്ന് കാണിക്കാം. കായ്ക്കാൻ തുടങ്ങി. ഇതിൻ്റെ മേളിൽ ഞാൻ മറ്റുള്ള കിളികളോ ഒന്നും വന്ന് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇതുപോലത്തെ നെറ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ സ്ട്രോബെറി ഇത് കായ്ക്കാൻ തുടങ്ങി. കണ്ടില്ലേ, കായ്ക്കാനും തുടങ്ങി, ചെറുതായിട്ട് പഴുക്കാനും തുടങ്ങി. ഇത് പഴുക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കണ്ടോ, ഇത് ഒരു ശല്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കണ്ടില്ലേ, ഏതാണ്ട് വന്നത് കടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല. അങ്ങനെ ഒരു ശല്യമുണ്ട്. എന്നാൽ മൊത്തം തിന്നുന്നുണ്ടായിരുന്നു നമുക്ക് പ്രശ്നമില്ലായിരുന്നു. ആ ഒരു കടി കടിച്ചിട്ട് അത് പോയി. അത് കിളിയാണെന്നോ എന്തോന്നോ എനിക്കറിയില്ല. അപ്പോൾ അത് വെറുതെ ഇനിയും കളയേ ഉള്ളൂ. അതാണ് വേറൊരു പ്രശ്നം. അതപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പഴുക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഇത് വേറെ കളകളൊന്നും കയറാതെ വളരെ വൃത്തിയായിട്ട് ഇത് സൂക്ഷിക്കണം. ഇത് നടും പറഞ്ഞാൽ നമ്മൾ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒന്നിൽ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഇതുപോലത്തെ മൾച്ചിട്ട് പുതയിട്ട് നടുക. അപ്പോൾ കളകൾ കയറത്തില്ല. അതായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ നട്ട് കഴിഞ്ഞിട്ട് വുഡ് ചിപ്സുകൾ, അതിന് മൾച്ചെന്ന് പറയും, അതിട്ട് കാട് കയറാതെ സൂക്ഷിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് നടും പറഞ്ഞാൽ കണ്ടില്ലേ, ഇതുപോലെ നട്ട് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല രീതി. പക്ഷെന്നുണ്ടെങ്കിൽ സമയക്കുറവുകൊണ്ട് മറ്റേത് നടാനായിട്ട് എനിക്ക് പറ്റിയില്ല. ഇവിടെ കുറച്ച് ഇങ്ങനെ ഞാൻ നട്ടിട്ടുണ്ട്. ഇനി അടുത്ത വർഷത്തേക്ക് എനിക്ക് കഴിവതും ഇതുപോലെ ആക്കണമെന്നുള്ള പ്ലാനാണ് മനസ്സിൽ. അപ്പോൾ നമ്മുടെ ഈ ന്യൂയോർക്കിലൊക്കെ പലരും പല ഫ്രൂട്ട്സുകളൊക്കെ നടുന്നുണ്ടെങ്കിലും നമ്മുടെ ആദ്യം ആളുകൾ കൈകടത്താത്ത ഒരു മേഖലയാണ് ഇത്. പക്ഷെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഫ്രൂട്ട്സ് നമ്മൾ പലരും എന്താ പേര്, ഓറഞ്ച്, ആപ്പിൾ ഇതൊക്കെ വാങ്ങിച്ച് കിടക്കും. പക്ഷേ അതൊന്നും നടുകല്ലാണ്ട് നമുക്കതിന് ഫലം കിട്ടുന്നതായ ഒരു ഭാഗത്തിലേക്ക് ഇതുവരെയും ഒന്നി കേടായിരിക്കും. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഫലങ്ങളൊന്നും കിട്ടാറില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇത് വളരെ ഈസിയായിട്ട് കൃഷി ചെയ്യാവുന്ന ഒരു സംഗതിയാണ് ഈ സ്ട്രോബെറി എന്ന് പറയുന്നത്. അപ്പോഴേ ഇപ്പം പറിച്ചെടുക്കാനായിട്ട് കുറേ ഇതിൻ്റെ അകത്തുണ്ട്. ഇപ്പം ആദ്യമായിട്ടുള്ള പറിക്കുകയാണ്. അപ്പോൾ ഇന്ന് പറിച്ചെടുത്തില്ലെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് അത് ആരെങ്കിലും വന്ന് കടിക്കുകയോ അഴുകിപ്പോവുകയോ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ അതിന് മുമ്പായിട്ട് സമയക്കുറവാണെങ്കിൽ അത് പറിച്ചെടുക്കാനായിട്ടുള്ള പരിപാടി ഇവിടെ നമ്മൾ നടത്താൻ പോവുകയാണ്. ഹലോ, നമ്മുടെ സ്ട്രോബെറി ഈ വർഷത്തെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ദിവസവും പറിക്കണം. ഇതിൻ്റെ കായ്വും പഴുക്കുകയും എല്ലാം വളരെ പെട്ടെന്നാണ്.
ഉണ്ടോ നല്ല ഓർഗാനിക് സ്ട്രോബെറി പറിച്ചെടുക്കുന്നത്. സ്ട്രോബെറി പറിക്കാൻ എനിക്ക് മാത്രം പറ്റാത്തത് കൊണ്ട് പുതിയ ഒരാളിനെ കൂടെ ഞാൻ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ആളുകൂടെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം 2 പേരുടെ ഹെൽപ്പോട് കൂടിയാണ് ഇപ്പോൾ സ്ട്രോബെറി പറിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ട്രോബെറി കൃഷിയെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ സ്ട്രോബെറി കൃഷി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സൗകര്യമുള്ളവർ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം അടുത്ത ഒരു വീഡിയോയിൽ ഇതിനെക്കാട്ടിലും നല്ല ഐറ്റവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു വെരി മച്ച്.